അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ദേ കൊച്ചിയിൽ ഇവളെ കാണാൻ വേണ്ടി വന്നു എന്ന് പറയപ്പെടും. എങ്കിലും ഞാൻ മെയിൻലി വന്നത് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്വിക്കിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്ന എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരുമായിരുന്നു അതും അവൻ്റെ അമ്മയും കൂടെ. താങ്ക് യു സോ മച്ച് അബി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. ബട്ട് നീ എൻ്റെ ചോയ്സുകളെല്ലാം നോക്കിക്കൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് തന്നു ഫ്രം അദ്ദൂസ് സൈഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്താണ് ബർത്ത്ഡേ ബോയുടെ കൂടെ കുറേ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടി. അങ്ങനെ അന്ന് ഈവനിങ് വളരെ സ്പെഷ്യൽ ഒരു ഈവനിങ് ആയിരുന്നു. എനിക്കറിയാം നീയും ശ്രീധരനും കൂടെ ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊരു ഡേ ആയിരുന്നു എന്ന്. ബട്ട് അത് എനിക്കും ഭയങ്കര സ്പെഷ്യലായി തീർന്നു. സോ ഹാപ്പി, നല്ലോണം എൻജോയ് ചെയ്തു. ഒത്തിരി ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുടെയും കൂടെ. ഇപ്പം എന്ത് വേണം, അമൃതയിലെ നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ദാറ്റ്സ് ദ മൊമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ. സോ ഐ വാസ് വെരി ഹാപ്പി വിത്ത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇങ്ങനൊരു ഡേ തന്നതിലും ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് മിസ് ചെയ്തേനെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. പിന്നെ നിൻ്റെ ശ്രീധരൻ്റെ ഏറ്റവും ഒരു അശ്വാസം എൻ്റെ ബർത്ത്ഡേ.